പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. നാം ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള കനകത്തൂർ ശ്രീ മഹാകൂർമ്മ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. കനകത്തൂർ ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. 3 വീഡിയോകളായിട്ടാണ് ഞാൻ ചിത്രീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. എന്താ പേര്? എൻ്റെ പേര് ശ്രീനിവാസൻ. ശ്രീനിവാസൻ. ഈ ക്ഷേത്രത്തിൻ്റെ ജന്മാരി എന്നല്ലേ? പിന്നെ നിങ്ങൾക്ക് ഏത് ക്ഷേത്രം മുതൽ ഏത് ക്ഷേത്രം വരെയാണ് നിങ്ങൾക്ക് ഉള്ള യാത്ര? നമ്മളിപ്പോൾ കെട്ടിയാടാനുള്ള പെർമിഷൻ ഉണ്ടാവല്ലോ. നമ്മളെ ദേശത്തെ അധികാരി നിങ്ങളാ? അത് എത്ര വരെയുള്ള ഇതാണെന്ന് ചോദിക്കുക. അങ്ങനെ ഇതില്ല. നമ്മളിപ്പോൾ മുത്തപ്പം കെട്ടിക്കുമ്പോൾ എന്ന് വെച്ചാൽ അതെ, വടക്ക് ഭാഗത്ത് വേറെ ടീമും തെക്കോട്ട് വേറെ ടീമും അങ്ങനെ ഉണ്ടല്ലോ. ഇത് ഒരു ഏരിയ. അത് ഏരിയ കണ്ണൂരിലെ ഏരിയ മുഴുവൻ നിങ്ങൾക്ക് തന്നെയാണോ? അല്ലെങ്കിൽ കണ്ണൂർ ടൗണിൽ മാത്രം മാത്രം നിങ്ങളാണല്ലേ? ബാക്കിയുള്ളിടത്തെല്ലാം മറ്റുള്ള എല്ലാ കുടുംബക്കാരനായിരിക്കും അല്ലേ? ബന്ധുക്കൾ തന്നെ ആയിരിക്കും അല്ലേ? ഒരാൾക്ക് ഓരോ സ്ഥാനം കൊണ്ടാണ്. അതിനെന്താ പറയാ? അതിന് ഓരോ സ്ഥലത്തുള്ള ജമ്മാരി സ്ഥാനം എന്നല്ല പറയാ? പണിക്കറാണ് അല്ലേ? അതെ, പെരുമാരുണ്ട്. അതുകൊണ്ട് അതെ ബാക്ക. പിന്നെ അഴീക്കോട് അങ്ങോട്ട് മുത്തൂറ്റി എന്ന് പറയും. പിന്നെ കുന്നത്തുപ്പാടി എത്തുമ്പോൾ സംഭവം മാറി അല്ലേ? അത് അറിയാം. അത് 101 എന്താ പറയാ? 301 മാറാന്ന് കെട്ടി അടിക്കുന്നത് അല്ലേ? 501 മാറ്. നമ്മൾ പറശ്ശിക്കടവ് പെരുവണ്ണമാറുണ്ടല്ലേ? ശരിക്കും ഇതിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണ് ഈ കോലങ്ങളുടെ? കുലവതി എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ ഓരോ ഈ മുത്തപ്പനിൽ കിട്ടുന്ന പെരുവണ്ണ നമ്മളത് പിന്നെ പെരുമാല സമുദായത്തിൽ പെരുമാല പണിക്കർ സ്ഥാനത്തിൽ വരുന്നത് നമ്മളതിൻ്റെ ഗുളികൻ, കുത്തിച്ചാത്തൻ, വിഷ്ണുമൂർത്തി, പൊട്ടന്തേവ്, തീച്ചാമണ്ടി ഒക്കെ വരുന്നുണ്ട്. വിഷ്ണുമൂർത്തിൻ്റെ വിവാദ തീയാണ് വിഷ്ണുമൂർത്തി മല പഞ്ചായത്താന്ന് പറയും. അങ്ങനെ പറയും അല്ലേ? പിന്നെ വാദ്യം നിങ്ങൾ തന്നെയാണല്ലേ? അതിൻ്റെ വാദ്യങ്ങളെല്ലാം നമ്മൾ തന്നെ. പിന്നെ മുഖെഴുത്തെല്ലാം എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നത് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ നാട്ടുകാര്യങ്ങൾ ഉള്ള പിന്നെ മരിച്ചാൽ ചെയ്യുന്ന ആളുകൾ ഇതെല്ലാം നമ്മൾ ചെയ്യും. അത് പിന്നെ നമ്മൾ അകനാൾ കൂടി കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നത് അതെ ഒരാൾക്കാണ് അത് നിയോഗിച്ചിട്ടുള്ളത് അല്ലേ? ആ ദേശത്തെ ജന്മാരിയായിട്ടുള്ളതാണ്. അല്ല, ഇത് നമുക്ക് കണ്ണൂർക്കാർക്ക് അറിയാം. പക്ഷെ പുറമേയുള്ള കുട്ടികൾക്ക് ഇതെന്താണെന്ന് അറിയില്ലല്ലോ. അതെ, ഇവിടുത്തെ ആചാരങ്ങളും അങ്ങോട്ട് തെക്കോട്ടുള്ള ആചാരവും വടക്കോട്ടുള്ള ആചാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെ അതെ, വളരെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥം എന്ന് വെച്ചാൽ കരിവള്ളൂര് ആ ഭാഗത്താണല്ലോ യഥാർത്ഥ കോലം കൂടെ അല്ലേ പറയപ്പെടുന്നത് ഉള്ളത് അല്ലേ? അങ്ങോട്ടൊക്കെ വ്യത്യാസം വരുന്നത് അല്ലേ? ആ മാഹി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ളത് തെയ്യങ്ങൾക്കും വ്യത്യാസമില്ലേ? പക്ഷെ അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൽ വിട്ട് കൊടകിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കോലങ്ങൾക്ക് തന്നെ വളരെ വ്യത്യാസമല്ലേ? അല്ല, കർണാടകത്തിലെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ഈ ഭാഗത്തുനിന്ന് പോകുന്ന ആളെ പോയി ചെയ്യുന്ന ആളെ നമ്മളെ ആൾക്കാർ. പക്ഷെ അവിടുത്തെ തെയ്യത്തിന്റെ മുഖെഴുത്തും കാര്യങ്ങളെല്ലാം വളരെ വ്യത്യാസമുണ്ടല്ലോ. അല്ല, അത് ഓരോ തെയ്യത്തിന് ഓരോ വ്യത്യാസം വരുന്നത് അല്ലേ? അവിടുത്തെ തെയ്യങ്ങൾക്ക് അങ്ങനെ ഒരു രൂപ. പക്ഷെ നമ്മൾ ഇവിടുത്തെ വെച്ചാൽ ഒരു പ്രത്യേക ഐശ്വര്യല്ലേ? കണ്ണൂരിലത് പ്രത്യേകിച്ചിട്ട് മുഖെഴുത്ത് ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരല്ലേ? അതെ, പയ്യന്നൂർ. അതെ, ഏറ്റവും കൂടുതൽ ചൈതന്യമുള്ള ഒരു മൂർത്തികൾ കെട്ടി അടിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. എന്നാൽ ശരി, നമസ്തേ, കാണാം.
ഈ ഭാഗത്ത് താഴ്ത്തേനല്ലോ പുതിയ മാസം ഇതിൻ്റെ ലെവലിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിലാണ് ബാലുണ്ടോ ഫ്രണ്ട് ക്യാമറ
അത് പിന്നെ ചെറുതെടുക്കുക ചെറുതെടുക്കുക ചെറുതിന് ചെറുത് മുമ്പിൽ കഷ്ടം അണ്ടല്ലൂരിൽ നിങ്ങളല്ലല്ലോ കെട്ടുന്ന അല്ലല്ലോ വേറെ ആളല്ലേ ഇത്? ഉണ്ട് ആയുധം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടുന്ന് ഇവിടുന്ന് പിടിച്ചിട്ട് പോകുന്നില്ല. വണക്കം ചെയ്തു. ഞങ്ങളുടെ സിംഹാദേവൻ നല്ലത്തിൽ നേരത്തോ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. ഞങ്ങളെ നല്ലത്തിൽ ശേഷം 11 മണിയോന്നറിയാനായിക്കൊണ്ട് അച്ഛൻ്റെ മുഖത്ത് മൂന്നോളം തൃക്കുരിപ്പും നെഞ്ചിൽ പന്തയിലായാലും വസൂരിയും വൻകുരിപ്പും കൊടുത്തു. അയ്യോ എൻ്റെ വന്മകളെ,
സ്ഥലത്ത് മരപ്പൊരിക്കല്ലേ നന്മകളെ, പന്തനി ഇറക്കി അതിനെ കുടിയേറ്റിക്കൊള്ളേൻ നന്മകളെ എന്നുള്ള ഒരു വാചാരം തന്നു. നല്ലത്തിനുള്ളിൽ തന്നു പോകും. 11 മണി ഒന്നറിയാനായിക്കൊണ്ട് തീർച്ചതാണ് എൻ്റെ നല്ല ചാന്നുള്ള ഒരവസ്ഥയും കേട്ട് കൽപ്പിച്ചു. എന്നതിൻ്റെ ശേഷം കൊടുത്ത കണക്കേമായി തീർത്തു പോകുന്നു എന്ന് കീറുമ്പ എന്നതിൻ്റെ ശേഷം എന്നെ മേലോകത്ത് വെച്ചുകൂടാ സാധിച്ചുകൂടാ എന്നുള്ള ഒരു വാചാരം കേട്ട് കൽപ്പിച്ചു. നീ ഈ ലോകത്ത് ലഭിച്ചേ മതി പോലും എൻ്റെ പെൺമകളെ എന്നുള്ള ഒരു വാചാരം തന്നു. ഈ ലോകത്ത് കരിമ്പനമുള്ളിൽ മധുകൊണ്ട് പെൺമകളെ അത് പോയി പാലം ചെയ്തോളെ എന്നുള്ള ഒരു വാചാരം തന്നു. എങ്ങനെയാണ് അച്ഛൻ എന്നതിൻ്റെ ശേഷം അച്ഛൻ കണി കാണും 7 കൂട്ടം വന്മരം കേട്ടു. അതിൽ 2 വന്മകം തന്നേ മതി പോലും എന്നെ നല്ലച്ചാന്നുള്ള ഒരവസ്ഥയും കേട്ട് കൽപ്പിച്ചു. അയ്യോ എൻ്റെ വന്മകളെ മരം തരികയില്ല, നീ എന്നെ കൊതിച്ചില്ലല്ലോ എന്നുള്ള ഒരവസ്ഥ കേട്ട് കൽപ്പിച്ചു. മരം തന്നേ മതി പോലും എന്നെ നല്ലച്ചാന്നുള്ള ഒരവസ്ഥ കേട്ട് കൽപ്പിച്ചു. അയ്യോ എൻ്റെ വന്മകളെ മരം മുറിച്ചു കൊടുക്കുക, മരം പോലെ കാട്ടിത്തരണം എന്നുള്ള ഒരവസ്ഥയും കേട്ട് കൽപ്പിച്ചു. തച്ചപ്പൂവാലകനെ വിളിച്ചു വരുത്തി ആനക്കൊല്ലിൽ 3.25 കോൽ വന്മരം മുറിച്ചെടുത്തു. തലയും മരണം കൂട്ടിക്കെട്ടി മരം പോലെ കാട്ടിക്കൊടുത്തു എന്നതിൻ്റെ ശേഷം പച്ചക്കപ്പലോ പണി തീർത്തു. ഒന്നും പൂമരക്കൽ പേരെടുക്കാനായി നോക്കുന്ന ഒരു നേരത്ത് ഈ വണ്ണം വിശേഷിച്ചു ഞങ്ങൾ ചീറുമ്പ അയ്യോ എൻ്റെ നല്ലച്ച ഞങ്ങൾക്കൊരു തകിയില്ലല്ലോ എന്നുള്ള ഒരവസ്ഥയും കേട്ട് കൽപ്പിച്ചു. അയ്യോ എൻ്റെ പെൺമകളെ എനിക്ക് തകിയുണ്ട്, ഇളയവരും മൂത്തവരും കണ്ടവനും ശൂലിനും വസൂലും അലിയും തൂളാതുളിപ്പെരുമ്പടിയും ധാരാഗണങ്ങൾ നിങ്ങൾക്ക് തകിയിട്ടുന്നുള്ള ഒരവസ്ഥയും കേട്ട് കേൾപ്പിച്ചു. നൂറിട്ടാണിലെ എല്ലാ സമുദ്രത്തിൽ ഒന്നും പൂമര തലമ്പൊരുക്കി എന്നതിൻ്റെ ശേഷം തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും ഒരു 3 ഏലക്കാലം ഓടിക്കളിച്ചു എന്നതിൻ്റെ ശേഷം ശംഖ് പറയാൻ മുക്കുവൻ്റെ കപ്പൽ കണ്ടു. കപ്പലിൽ കാലം വഴി ഞങ്ങൾ ചീറുമ്പോൾ നാട്ടകത്തേക്ക് എത്ര നാളത്തോടുണ്ടെന്നുള്ള ഒരവസ്ഥ പോലുണ്ട്. നാട്ടകത്തേക്കൊരു 3 ഓട്ടമുണ്ടെന്നുള്ള ഒരവസ്ഥയും കേട്ട് കളിപ്പിച്ചു. മൂത്രസൻ ഇതിൻ്റെ നാട്ടകത്തേക്ക് കൊണ്ടൊക്കെ എടുക്കിട്ട് ചീറുമ്പോന്നുള്ള ഒരവസ്ഥ കേട്ട് കളിപ്പിച്ചു. നടുക്കണ്ണിൽ പായ് കുളത്തി ഇതെല്ലാം പിടിപ്പിച്ചു. ആ കനകപ്പൊടി വിതറി പസൂരിയെ അകറ്റിയിരിക്കുന്നതായിരിക്കും ഒരു അമ്മയുണ്ടല്ലോ ഇടാ അല്ലേ? സഹായത്തിൽ ഇനി ഈ ഗരീബത്തിനുള്ളതായിരിക്കും വിഷമങ്ങളൊക്കെ അകറ്റി ഇനി ഇതിലുപരിയായിട്ട് കൂടി കാണുവാൻ ഏവർക്കും മുഖം പൊത്തി കൂടി കാണാൻ ഇടവരുത്താതെ അല്ലേ മുഖം തുറന്ന് കാണുവാനുള്ളതായിരിക്കും ഒരു ഭാഗ്യങ്ങൾ, അതിനുള്ളതായിരിക്കും ഒരു വഴികൾ ഏവർക്കും ഒരു ആകാശത്തിൽ ഇറക്കി ചന്ദ്രന്മാരെ പോലെ ഒരു ദിശയെങ്കിലും നിന്ന് സാക്ഷിയായിട്ട് നിലനിർത്താം.
നീ പിന്നെ വരൂല. വരൂലേ? വരുവാ? ഇല്ലില്ല. എന്താ പേര്? സുകുമാരൻ. കൂത്തുപറമ്പ് അല്ലേ? ഇവിടുത്തെ കാനത്തൂർക്കാവിലെ അന്നദാനം നിങ്ങളാണ്. ഇവിടെ എല്ലാവർക്കും ഉടൽ നിറച്ചു കൊടുക്കുന്നത് നിങ്ങളാണ് അല്ലേ? 1500 ആയാലും 2000 ആയാലും 3000. അതെ, ഞാൻ ഒറ്റക്ക് തന്നെയാണ് എല്ലാ പരിപാടിയും വെള്ളിയാഴ്ച ചെയ്യുന്നത് അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ചെയ്ത്. ഇപ്പോൾ കോവിഡ് കാരണം 2 വർഷമായി നിർത്തിയിട്ട്. അപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെയാണ് എല്ലാ പരിപാടിയും. എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉണ്ടാക്കല് ഇവിടെ? ഭക്ഷണവും പിന്നെ സാമ്പാർ, പിന്നെ അവിയൽ, പച്ചടി, വറവ്, അച്ചാറ്, അങ്ങനെ പിന്നെ ഓരോ ആഴ്ച അനുസരിച്ചുള്ള കറികളാക്കുക അല്ലേ? അപ്പോൾ എത്ര കറി വേണ്ടിക്കലും ആക്കാൻ ചെയ്യാം. പിന്നെ ഇവിടുന്ന് എത്ര ഏത് കല്യാണ പരിപാടി ഇവിടെ വരും. ഏഴുമല വരെ പോയിട്ട് വെച്ച വ്യക്തിയാണ്. പിന്നെ രഥോത്സവത്തിന്റെ പരിപാടിക്ക് 5000 ആക്കും ഭക്ഷണം ഇവിടുന്ന് തന്നെയാണ്. കോവിഡായ കാരണം 2 കൊല്ലമായി വെക്കാം. എത്ര ആളെ ഭക്ഷണത്തിന്റെ ഇതാണ്? എത്ര ഇത് കൊള്ളും? ഇത് 1 കിൻഡൽ അരി അല്ലേ? ഓ, എത്ര മണിക്കൂർ കൊണ്ട് ഇതാവും? ഇതെന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ പിന്നെ വെള്ളിയാഴ്ച രാവിലെ 7:30 എത്തും. 7:30 12:30 നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? പായസം എല്ലാം ആക്കി വേറെ ഒരു സഹായവും ഇല്ല? അല്ല, ഒന്നുമില്ല. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട്, ഈ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ മുന്നോട്ട് പറ്റുന്നു അല്ലേ? വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആളെ കൂട്ടും. പ്രത്യേകത വേറെയാണ്. അതാണ്. അപ്പോൾ സുകുമാരേട്ടൻ ഇനി മറ്റുള്ളവർക്ക് കാണണം ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സുകുമാരേട്ടനെ അങ്ങനെ ബന്ധപ്പെടുക? ഇവിടെ വന്നാൽ മതി. ഇവിടെ കാനത്തൂർക്കാവിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ അന്വേഷിച്ചാൽ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എല്ലാ വീടിയുണ്ട്. ഇവിടെ വന്ന് എന്നാലും ആ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേക്ക്. 97 47 36 92 27. ഇതിൽ വിളിച്ചു ചോദിച്ചാൽ സുകുമാരേട്ടൻ ഏത് സമയത്തും ഏത് സമയത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ പാചകം ഉണ്ടാക്കലും ബിരിയാണി അടക്കം ഞാൻ ചെയ്തു തരും അല്ലേ? അതിൻ്റെ അനുസരിച്ച് അധികം ചാർജൊന്നുമില്ല. അങ്ങനെ ഈ ദേവീൻ്റെ കടാക്ഷം കൊണ്ട് ഞാൻ 22 വർഷമായി ഞാൻ ഇവിടെ തന്നെ അല്ലേ? അത് ഈർത്തി അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങ് ഏഴുമല മറ്റേ വളഭക്ഷണം അങ്ങനെയുള്ള കല്യാണ പരിപാടിക്കും എല്ലാം പോയിട്ട് ഏഴുമലക്ക് പോയിട്ട് ഞാൻ പിന്നെ മറ്റേ രഥോത്സവത്തിൻ്റെ അവരെ അവിടെ 5000 ഭക്ഷണം അല്ലേ? 18 വീതം ഐറ്റംസ് 18 വീതം 3 വീതം പായസം ഇത് എല്ലാം ഉണ്ടാവും. അതാണ് എൻ്റെ. എന്നാൽ ഞാൻ അപ്പുറത്ത് നിങ്ങളെ വെച്ച ഭക്ഷണത്തിൻ്റെ